ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ലെസ്റ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ കൂടുതലും ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, അവരും പിന്നെ ഇങ്ങനെ സൗത്ത് ഏഷ്യൻ ആൾക്കാരും, പിന്നെ അവരുടെ കടകളും, കുറേ നല്ല അധികം റെസ്റ്റോറൻറ്റ്സ്, അതായത് കേരള റെസ്റ്റോറൻറ്റ്സ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ നല്ല അടിപൊളി കിടിലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അത് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അപ്പം അന്നൊരു 8 മണി 9 മണി സമയത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ലെസ്റ്റർ എന്ന് പറഞ്ഞ നോട്ടിംഗ്ഹാമിൻ്റെ തൊട്ടടുത്തുള്ള സിറ്റിയാണ്. അപ്പം അവിടേക്കൊരു അരമണിക്കൂർ ദൂരേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു ട്രെയിനിൽ കയറി. ട്രെയിനിലാണെങ്കിൽ അരമണിക്കൂറുള്ളൂ, ബസ്സിലാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ എത്തി. അപ്പം ഞങ്ങളത് പെട്ടെന്ന് കയറുകയാണ് ട്രെയിനിലേക്ക്. ട്രെയിനിൽ കയറി ഒരു 2 മണിക്കൂറിനുള്ളിൽ ലെസ്റ്ററിലെത്തും. അപ്പോൾ ആ ട്രെയിനിലുള്ള കാഴ്ചകളാണത്. അപ്പം ഞാനതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമായിരുന്നു. കുറേ കാടും കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും. പിന്നെ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാഴ്ചയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ട്രെയിനിൽ പോകുമ്പോൾ കാണാറുള്ളതാണ്. അത് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് പാർക്ക് വേയുടെ അടുത്താണ്. അപ്പം അത് ഭയങ്കര ഡാർക്ക് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അപ്പോൾ അതുപോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് എപ്പോഴും അത് കാണുമ്പോൾ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് റാഡ്ക്ലിഫ് ഓൺ സോ പവർ സ്റ്റേഷൻ എന്നാണ്. ഇതൊരു കോൾ പവർ സ്റ്റേഷനാണ്. അപ്പം ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ UK പവർ സ്റ്റേഷൻ കോൾ ആയിട്ടുള്ളത്. അത് 30 സെപ്റ്റംബർ 2024 അത് ക്ലോസ് ചെയ്തു. അതായത് അപ്പം എല്ലാ പവർ പ്ലാന്റും, കോളിൻ്റെ എല്ലാ പവർ പ്ലാന്റും UK ക്ലോസ് ആയി അതോടുകൂടി. അപ്പോൾ അതാണ് അതിൻ്റെ കഥ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജേർണി വീണ്ടും തുടർന്നു. കുറച്ചും കൂടെ നേരം കൂടി ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി ലെസ്റ്ററിലോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ലെസ്റ്റർ സ്റ്റേഷൻ എത്തി. ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ലെസ്റ്റർ സ്റ്റേഷൻ പറഞ്ഞൊരു പണ്ടത്തെ സ്റ്റേഷനാണ്. അവിടെ ഇറങ്ങിയിട്ട് ആക്ച്വലി ഒരു 500 മീറ്റേഴ്സ് നടന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം എത്തും. അതൊരു നടക്കാൻ നല്ല രസമുള്ള, കുറച്ച് വെയിലൊക്കെ ആയിട്ട് കാറ്റൊക്കെ ആയിട്ട് നടക്കാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം നടന്നു. ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ പോകുന്നത് ഉസ്താദ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. ഉച്ച സമയമായി. അപ്പം നല്ല വിശപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇത് ലക്ഷ്യം വെച്ചാണ് ലെസ്റ്ററിലോട്ട് വന്നത് തന്നെ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ്. 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും പോകുമ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അവിടെ എത്തി. അതൊരു അണ്ടർഗ്രൗണ്ട് പോലത്തെ സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ എത്തി. ഞങ്ങൾ പാൽ പൊറോട്ട ഓർഡർ ചെയ്തു. പൊള്ളിച്ച മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞിരിക്കുകയാണ്. പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അത് നല്ല ടേസ്റ്റുള്ളതാണ്. ഞങ്ങൾ ആദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് പാൽ പൊറോട്ടയാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ എനിക്കിപ്പോഴും ഭയങ്കര വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ ഷേക്കുകൾ ഓർഡർ ചെയ്തു. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ആ ഒരു ടേസ്റ്റാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇത്ര ഇഷ്ടം. ഞാൻ മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തു. പിന്നെ ചിക്കു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പോൾ നല്ല ബിരിയാണിയൊക്കെ കൂട്ടി ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു കഴിക്കാനായിട്ട്. ഇത് പൊള്ളിച്ച മീനാണ്. നല്ല മസാലയൊക്കെ പുരട്ടി നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആ ടേസ്റ്റിൽ മസാലയൊക്കെ പുരട്ടിയിട്ട് ആ മീൻ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആവോലി എന്ന് തോന്നുന്നു, എനിക്കത്ര ഓർമ്മയില്ല. അതൊക്കെ കഴിച്ചു. എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ലെസ്റ്റർ സിറ്റി സെൻറ്ററിലൊന്ന് കറങ്ങാമെന്ന്. അവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു ഊബറൊക്കെ എടുത്ത് ഞങ്ങൾ ലെസ്റ്റർ സിറ്റി സെൻറ്ററിലോട്ട് പോവാണ്. അപ്പം ലെസ്റ്റർ ആ സിറ്റിയാണ് ഈ കാണുന്നതൊക്കെ. കുറച്ച് വലിയ സിറ്റിയാണ് ലെസ്റ്റർ സിറ്റി. കുറച്ച് നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നോട്ടിംഗ്ഹാമിൻ്റെ അത്ര വലിപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര ഇല്ല. എന്നാലും അത്യാവശ്യം നല്ല വലിയ സിറ്റിയാണ്.
അപ്പം ഞങ്ങൾ സിറ്റി സെൻറ്ററിൽ ഇറങ്ങി. ആ സിറ്റി സെൻറ്ററിൽ അന്ന് സാറ്റർഡേ ആയിരുന്നു. അപ്പം നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും വെയിൽ കൊള്ളാനൊക്കെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്റർ ഒരു മോളുണ്ട്, അത് അങ്ങോട്ടാണ് ഞങ്ങൾ നേരെ പോകുന്നത്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് കുറേ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും അവിടെ കുറേ പേര് ഡ്രിങ്ക്സും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ട് പതിയെ നടന്നു. കാരണം കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ. അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞങ്ങളതൊന്നും കൺസിഡർ ചെയ്യാതെ ഞങ്ങളങ്ങ് നടന്നു. സിറ്റി സെൻറ്ററിലെത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അവിടെ നിന്ന് നല്ല രസമുള്ളൊരു ദിവസമായതുകൊണ്ട് എല്ലാവരും പുറത്തുണ്ടായിരുന്നു. ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പേര് ഹൈക്രോസ് ഷോപ്പിംഗ് സെൻറ്റർ എന്നായിരുന്നു. അവിടെ ജോൺ ലൂയിസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് UK ഒരു ഫേമസ് ഷോപ്പാണ്. കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ഹോം ഡെക്കേഴ്സ് ഐറ്റംസും ഡ്രസ്സും എല്ലാതും ഉണ്ട് അവിടെ. ഹോം അപ്ലയൻസസ് എല്ലാം ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു ഷോപ്പാണ്. ലക്ഷറി കൈൻഡ് ഓഫ് ഷോപ്പാണ്. അപ്പം ഞങ്ങൾ ഹൈക്രോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസൊക്കെ നോക്കി, എനിക്ക് കുറച്ച് ഡ്രസ്സും അതൊക്കെ നോക്കി നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാതെയായി, ഉറക്കം വന്ന് തുടങ്ങിയപ്പോഴേക്കും. അപ്പം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത നെക്സ്റ്റ് ട്രെയിൻ കയറി. ഞങ്ങൾ തിരിച്ചു പോന്നു അവിടുന്ന്. ഞാനിപ്പോൾ ട്രെയിനിൽ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ആ ഫുഡിൻ്റെ ആ ഒരു ഇത് കാരണം ഞാൻ ഉറങ്ങിപ്പോയി കുറച്ച് നേരം. അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ.